കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ട കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. സ്ഥലത്തെത്തിയ DFOയെ നാട്ടുകാർ തടഞ്ഞു. AP അനിൽകുമാർ MLAയും അവിടെയുണ്ട്. ഇന്ന് രാവിലെയാണ് ഗഫൂർ കൊല്ലപ്പെട്ടത്. സ്ട്രക്ചറിന് കട്ടേക്കുന്നുള്ളൂ ഇത് കയറ്റാൻ വേണ്ടിയിട്ട്. ജംഷീർ കൊടിഞ്ഞി കൂടുതൽ വിവരങ്ങളുമായി. ജംഷീർ, എന്താണ് ഇപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ? ഇപ്പോൾ DFOയെ നാട്ടുകാർ തടയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. സ്ഥലത്ത് അദ്ദേഹം ഇപ്പോൾ മലമുകളിൽ നിന്ന്, അതായത് ഈ കടുവയുടെ ആക്രമണം ഉണ്ടായ സ്ഥലത്ത് നിന്ന് വാഹനം എത്തുന്ന ഭാഗത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇത് പക്ഷേ മൃതദേഹം നാട്ടുകാർ തടയുകയാണ്. അതോടൊപ്പം മുന്നിലെ ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ തടയുന്ന ഒരു സാഹചര്യമാണ്. കൃത്യമായ ഒരു 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 ഉറപ്പ് അത് എഴുതി നൽകണം, വാക്കാൽ പറയുന്ന ഉറപ്പല്ല, അതിനപ്പുറത്തേക്ക് ഉറപ്പ് എഴുതി നൽകണം എന്നതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മന്ത്രിയും കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തണം എന്നുള്ളൊരു ആവശ്യം കൂടി നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കുടുംബത്തിന്റെ ഏക വരുമാന ആശ്രയമായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകണം എന്നുള്ള കാര്യം കൂടി, സ്ഥിരമായ ഒരു തൊഴിൽ നൽകണം എന്നുള്ള കാര്യം കൂടി നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ കടുവയെ വെടിവെക്കാനുള്ള ശ്രമങ്ങൾ നടത്താമെന്നതായിരുന്നു DFO നാട്ടുകാർക്ക് മുന്നിൽ വെച്ചിരുന്ന നിർദ്ദേശം. എന്നാൽ അത് അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ കടുവയെ കൊല്ലണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം എന്നുള്ളതാണ്. കാരണം നേരത്തെ തന്നെ ഇവിടെ സമാനമായ രീതിയിലുള്ള ആക്രമണം, കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. വളർത്തു മൃഗങ്ങളെ കടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആടുകൾ, പട്ടികൾ, പശുക്കൾ പോലുള്ളവയൊക്കെ തന്നെ കടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അന്നെല്ലാം തന്നെ ഈ വനം വകുപ്പിൽ ഇക്കാര്യം അറിയിച്ചിരുന്നു. പക്ഷേ അവർ അതിന് വേണ്ട വിധത്തിലുള്ള ഒരു പരിഗണന നൽകിയില്ല. മാത്രം ഒരു കൂട് വെക്കാൻ പോലും അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ വിലപ്പെട്ട ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വികാരത്തിലായിക്കൊണ്ടാണ് നാട്ടുകാർ അതിനെ കാണുന്നതും ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഈ ഇവിടെ പ്രതിഷേധിക്കുന്നതും എന്നുള്ളതാണ്. ഈ അബ്ദുൽ ഗഫൂർ ആണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് കൃത്യമായ ഒരു ജോലി, കുടുംബത്തിൽ ഒരാൾക്കൊരു ജോലി നൽകണം എന്നുള്ള ആവശ്യവും അതോടൊപ്പം തന്നെ അർഹമായ നഷ്ടപരിഹാരം നൽകണം എന്നുള്ള ആവശ്യവുമാണ് ഈ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. ഇത് കൃത്യമായി കേവലം ഒരു വാക്കാൽ പറയുന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു എഴുതി നൽകണം എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. പ്രദേശത്ത് അനിൽകുമാർ MLAയും എത്തിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പക്ഷേ അത് അദ്ദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. സംസാരിക്കുക മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റാനുള്ള നാട്ടുകാർ പറയുന്നത്. മലപ്പുറത്തെ കാളികാവിൽ കടുവയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ വലിയ പ്രതിഷേധം പ്രദേശത്ത് അലയടിക്കുകയാണ്. മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ നാട്ടുകാർ സമ്മതിക്കുന്നില്ല. ഈ വന്യജീവി ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരത്തിലേക്ക് കടക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ അവിടെയുള്ള ആളുകൾ ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നത്. ഇന്ന് പുലർച്ചെയാണ് യുവാവ് കാളികാവിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിനു മുൻപും കടുവാ ഭീതി ഉണ്ടായിരുന്നിട്ട് കൂടി കൂട് സ്ഥാപിക്കാൻ പോലും തയ്യാറായില്ല വനംവകുപ്പ് എന്ന വിമർശനം നാട്ടുകാർ അവിടെ ഉയർത്തുന്നുണ്ട്. അവരെ അനുനയിപ്പിക്കാൻ വനംവകുപ്പ് ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ജംഷീർ, എന്താണ് നാട്ടുകാരുടെ ആവശ്യം? ഇതിനു മുൻപും ഈ വന്യജീവി ഭീതി ഉണ്ടായിട്ട് അത് പരിഹരിക്കാൻ മുന്നൊരുക്കമൊന്നും നടത്തിയില്ല എന്നതിലാണോ അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്? അതായത് നേരത്തെയും സമാനമായ രീതിയിലുള്ള ആക്രമണം, ഈ കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അന്ന് പക്ഷേ വളർത്തുമൃഗങ്ങളെ ആയിരുന്നു ആക്രമിച്ചിരുന്നത്. ആടുകളെയും പശുക്കളെയും പക്ഷികളെയും ഒക്കെ ഇവിടുന്ന് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ തന്നെ പ്രദേശവാസികൾ ഉദ്യോഗസ്ഥരോട് അക്കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു.
കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം. പക്ഷെ അപ്പോഴെല്ലാം തന്നെ അത് പുലിയാണ് അല്ലെങ്കിൽ കടുവയാണോ എന്നൊക്കെ ഉറപ്പുവരുത്തണം, കടുവയുടെ ഫോട്ടോ കാണിക്കണം, അല്ലെങ്കിൽ അത്തരത്തിൽ അത് നിങ്ങൾ ഉറപ്പുവരുത്തിയാലേ മറ്റു നടപടി പോകാൻ കഴിയൂ എന്നുള്ള ഒരു മുടന്തൻ ന്യായങ്ങളായിരുന്നു അന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. പലതവണ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ സമീപിച്ചിട്ടും ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും ഇതിന് വേണ്ട വിധത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കാനോ ഇതേക്കുറിച്ച് അന്വേഷിക്കാനോ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നുള്ളതാണ് നാട്ടുകാരെ പ്രകോപിപ്പിക്കുന്നത്. ഇപ്പോൾ നേരത്തെ വളർത്തുമൃഗങ്ങളെയായിരുന്നു കടിച്ചുകൊണ്ടുപോയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാ ഒരു മനുഷ്യന്റെ ജീവൻ അപഹരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൃത്യമായ ഒരു ഇടപെടൽ പുറത്ത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഈ ഗഫൂർ അലി എന്ന് പറയുന്ന മരിച്ച 41 വയസ്സ് മാത്രം പ്രായമുള്ള ഇദ്ദേഹത്തിന് ഭാര്യയും 3 മക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ഈ ഇദ്ദേഹം. അതായത് ഗഫൂർ അലി 41 വയസ്സാണ് അദ്ദേഹത്തിന്. ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക വരുമാന ആശ്രയമാണ് ഇദ്ദേഹം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിൽ ഒരാൾക്കൊരു ജോലിയും അതോടൊപ്പം തന്നെ അർഹമായ നഷ്ടപരിഹാരവും നൽകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇവർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. DFO നേരത്തെ ഈ നാട്ടുകാരുമായും ഒക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നത് കടുവയെ മയക്കുവെടി വെച്ച് പിടിക്കാം എന്നുള്ള കാര്യമായിരുന്നു. എന്നാൽ അത് അംഗീകരിക്കാനാകില്ല. വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യം തന്നെയാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റുകയാണ്. മലമുകളിൽ നിന്ന് മറ്റൊരു വാഹനത്തിൽ ഇങ്ങോട്ടേക്ക് റോഡ് വാഹനം പോകുന്ന ഇടത്തേക്ക് ആംബുലൻസ് എത്തുന്ന ഭാഗത്തേക്ക് മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. അത് ആംബുലൻസിലേക്ക് മാറ്റുകയാണ്. ആംബുലൻസിലേക്ക് മാറ്റിയതിനു ശേഷം ഈ വാഹനം പോകാൻ അനുവദിക്കില്ല, മൃതദേഹം ഇവിടെ തടയും എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ കളക്ടർ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തേക്ക് വന്ന് ഉറപ്പ് നൽകണം എന്നുള്ള കാര്യം കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടത്തുന്നു. നേരത്തെ DFO തടഞ്ഞുകൊണ്ടായിരുന്നു നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നത്. പിന്നീട് കൂടുതൽ ഉദ്യോഗസ്ഥരൊക്കെയായിരുന്നു DFO ഇവിടെ നിന്ന് നാട്ടുകാർക്കിടയിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ നാട്ടുകാർ നമ്മോടൊപ്പം എന്താണ് നമ്മൾ ആവശ്യം പുലി പിടിച്ച ആളെ നഷ്ടപരിഹാരം കൊടുക്കണം. അതിനു പുറമെ നാട്ടുകാർ അനുഭവിക്കുന്ന ഈ ഭീതിക്ക് പരിഹാരം കാരണം അവർ പുലിയെ വെടിവെച്ച് കൊല്ലണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. കൂട് സ്ഥാപിക്കാനോ ക്യാമറ സ്ഥാപിക്കാനോ ജനങ്ങൾ തയ്യാറല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന് വ്യക്തമായ തീരുമാനം രേഖാമൂലം എഴുതി തന്നാല് പുലിയെ കൊല്ലണം എന്നാണ്. അതായത് ഈ പുലിയെ കൊല്ലണം. അതോടൊപ്പം തന്നെ രാവിലെ കൊല്ലപ്പെട്ട 7 മണിയോട് അടുത്തിട്ടാണ് അദ്ദേഹത്തെ പുലി പിടിച്ചേക്കുന്നത്. 7 മണിക്ക് 7:20 സംഭവം. ഇപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെയായിട്ട് ഇവരിതിന്റെ വന്ന് ഇതിന് എഴുതി നൽകണം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ എഴുതി നൽകിയാൽ മാത്രമേ ഈ മൃതദേഹം വിട്ടു നൽകൂ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. മൃതദേഹം നാട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഹലോ, അനിൽകുമാർ സാർ. മലപ്പുറം കടുവയുടെ ആക്രമണത്തിൽ ആള് കൊല്ലപ്പെട്ട കാളികാവിൽ വലിയ പ്രതിഷേധമുയർന്നു വരികയാണ്. ഇപ്പോൾ PV അൻവർ മുൻ MLA നോടൊപ്പം ടെലിഫോൺ ലൈൻ. PV അൻവർ, ഈ പ്രശ്നത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇതിനിപ്പോൾ അവിടെ ആളുകൾ വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പരിഹാരം എന്ന നിലയ്ക്ക് എന്താണ് നിർദ്ദേശിക്കാനുള്ളത് താങ്കൾക്ക്? ഇത് ആവർത്തിക്കുന്ന ദുരന്തമാണ്. ഇത് ഇനിയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം അനിമൽ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും
സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്ന അനിമൽ പ്രൊട്ടക്ഷൻ ആക്ടിലെ 11(1)A എന്ന് പറയുന്നത് മനുഷ്യനെ ഇതുപോലെ ഉപദ്രവിക്കുകയോ കൊല ചെയ്യുകയോ ചെയ്യപ്പെട്ടത്. ആ മൃഗത്തെ വെടിവെച്ച് കൊല്ലാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. ഈ വൈൽഡ് ലൈഫ് വാർഡനുണ്ട്. കേന്ദ്രമന്ത്രിയെ കണ്ട സംസ്ഥാനത്തെ എംപിമാരോടും അദ്ദേഹം പറഞ്ഞ മറുപടി അതാണ്. പാർലമെന്റിൽ എഴുതി കൊടുത്ത മറുപടി അതാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. ആ സംസ്ഥാന ഗവൺമെന്റ് ആ കാര്യത്തിൽ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. ഇന്നലെ ഒരു പുതിയ ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. എനിക്കത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഇതുവരെ പാമ്പ് കടിച്ചാലും അതുപോലെ തന്നെ തേനീച്ച കുത്തി മരണപ്പെട്ടാലും ഫോറസ്റ്റിന് അരികിൽ 2 ലക്ഷം രൂപയുള്ളത് 4 ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു മനുഷ്യന് ഇവർ കൽപ്പിക്കുന്ന വില എന്ന് പറയുന്നത് 2 ലക്ഷവും 4 ലക്ഷവുമാണ്. നിങ്ങൾക്കറിയാലോ, ഇപ്പൊ കേരളത്തില് ഈ കിഫ്ബി മുഖാന്തരം എത്രയോ കോടികളുടെ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കി. ഒരു 2000 കോടി രൂപ ഈ വന്യമൃഗ ശല്യത്തെ കൺട്രോൾ ചെയ്യുന്നതിന്, ഫെൻസിങ് സ്ഥാപിക്കുന്നതിനും പ്രൊട്ടക്ഷൻ വാൾ സ്ഥാപിക്കുന്നതിനും ഇവർക്ക് വെള്ളം കുടിക്കാൻ മൃഗങ്ങൾക്ക് സൗകര്യമൊരുക്കാനും വെറും ഒരു 2000 കോടി രൂപ ഈ കിഫ്ബിയിൽ നിന്ന് മാറ്റിവെച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥയുള്ള ദുരന്തം കേരളത്തിൽ ജനങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നില്ല. ഗവൺമെന്റ് ഈ കാര്യത്തിൽ മനുഷ്യരോട് കാണിക്കുന്നത് അങ്ങേ അറ്റത്തെ എന്താ പറയാ നീതികേടാണ്, മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണ്. റോമ സാമ്രാജ്യം കത്തി നശിച്ചപ്പോ ഹീറോ ചക്രവർത്തിമാർ വീണ വായിച്ചു എന്ന് പറയുന്ന പോലെ ഒരു മന്ത്രിയാണ് നമ്മൾക്കുള്ളത്. വയനാട്ടില് ഒരു സഹോദരിയെ പുലി അടിച്ചു വന്നിട്ട് അത് അന്വേഷിച്ച് നടക്കുമ്പം അദ്ദേഹം കോഴിക്കോട് കാപ്പുറത്ത് പാട്ട് പാടിയത് നമ്മൾ കണ്ടതാണ്. ഇതാണ് ഈ ഗവൺമെന്റിന്റെ ഈ വിഷയത്തോടുള്ള നിലപാട്. അതുകൊണ്ട് ഈ ദുരന്തം തുടരും. ജനങ്ങൾക്ക് ഇതില് കക്ഷി രാഷ്ട്രീയത്തിനെതിരമായി ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെ നേരിടുന്ന എന്താ പറയാ ജനകീയ പ്രക്ഷോഭങ്ങൾ കൊണ്ട് മാത്രമേ ഈ ഗവൺമെന്റിനെ കണ്ണു തുറപ്പിക്കാൻ സാധിക്കൂ. മനുഷ്യത്വപരമായി ഈ ഗവൺമെന്റ് ഒരു നടപടിയെടുക്കും, കണ്ണു തുറക്കുമെന്ന് ഇതിൽ കരുതാൻ കഴിയില്ല. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കാളിയാവിലെ ഗഫൂറിന്റെ രാവിലത്തെ മരണം. താങ്ക് യു CP അൻവർ. സർക്കാർ കർശനമായ നടപടി എടുത്തില്ലെങ്കിൽ മനുഷ്യരുടെ ഇതുപോലെയുള്ള അത്യാഹിതങ്ങൾ തുടരുമെന്ന പോയിന്റ് വീണ്ടും ആവർത്തിക്കുകയാണ് അദ്ദേഹം. താങ്ക് യു. എന്നോടൊപ്പം ജംഷീർ തുടരുന്നുണ്ട്. അവിടെ നിന്ന് ജംഷീർ, ഈ കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാക്കാനുള്ള സമയം എവിടെ എത്തുന്നില്ല? ഇപ്പം ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹം ആംബുലൻസിലേക്ക് അയച്ചിട്ടുള്ള ആംബുലൻസിൽ പക്ഷേ ആംബുലൻസ് നാട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനകത്ത് ഒരു കൃത്യമായ ഉറപ്പ് ലഭിക്കാതെ മൃതദേഹം കിടന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നതാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും എംഎൽഎയും ഒക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കൂ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതായത് മരിച്ച ഉദ്യോഗസ്ഥരുടെ ആശ്രിതർക്ക്, അതായത് ഭാര്യയ്ക്കോ ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഒരു സർക്കാർ ജോലി നൽകണം, നൽകണം. അതോടൊപ്പം തന്നെ ഈ കടുവയെ കൊല്ലേണ്ടതുണ്ട്. അതിനുവേണ്ട തീരുമാനമെടുക്കണം. ഇതെല്ലാം തന്നെ എഴുതി നൽകണം. അതായത് വെറുതെ പറഞ്ഞു പോകുന്നതിന് പകരം എഴുതി നൽകണം എന്നുള്ള കാര്യമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നാട്ടുകാർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് നമ്മുടെ ആവശ്യം? നമുക്ക് ഇത് ഏതാണ്ട് 1 മാസം മുമ്പ് ഇതേ കടുവായെ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഏതാണ്ട് 1 ഫർലോങ് ദൂരത്തിൽ കടുവയെ കാണുകയും ബഹുമാനപ്പെട്ട കളക്ടറെയും DFOയും സൗത്ത് DFOയും ധനികലാൽ സാറിനെ അറിയിക്കുകയും അവർ വന്ന് നേരിട്ട് കണ്ടിത് ബോധ്യപ്പെടുകയും ചെയ്തതാണ്. നാഷണൽ ടൈഗർ കൺസർവേഷൻ ആക്ട് അനുസരിച്ച് ഉള്ള SOP പ്രകാരം യാതൊരു നടപടിയും ഇവർ സ്വീകരിച്ചിരുന്നില്ല. നമ്മളതിന് നിയമപരമായി തന്നെ കളക്ടർക്കും DFOയ്ക്കും കഴിഞ്ഞ 14/3/2025 നോട്ടീസ് സെർവ് ചെയ്താണ്. ഇതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ നോട്ടീസിൽ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്, ഈ പ്രദേശത്ത് ആരുടെയെങ്കിലും ജീവന് ഹാനി സംഭവിച്ചാൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും ബഹുമാനപ്പെട്ട DFOയും അതിലെ പ്രതികളായിരിക്കുമെന്ന് നമ്മൾ നിയമപരമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നമ്മളത് നിയമപരമായി തന്നെ കിഫ എന്ന് പറയുന്ന സംഘടന മുമ്പോട്ട് പോകുമെന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഈ വനം വകുപ്പിന്റെ നിഷേധം കൊണ്ട് ജോലി നിഷേധിക്കപ്പെട്ട തൊഴിലാളികൾക്ക് എനിക്ക് ഇവിടുത്തെ തൊഴിലാളികളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവനെ പണയം വെച്ച് വേണം നിങ്ങൾ പണിക്ക് പോകാനായിട്ട്. ഈ കടുവയെ വെടിവെച്ച് കൊല്ലുന്നവരെ ഇവിടുത്തെ തൊഴിലാളികൾ തൊഴിൽ പോകരുത്. തൊഴിൽ പോയാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനെ പണയം വെച്ചുകൊണ്ട് സർക്കാരിന്റെ ഓഫർ സ്വീകരിച്ചുകൊണ്ട് 5 ലക്ഷം രൂപയും പിന്നെ ഗഡുക്കളായിട്ട് ഇവരുടെ ഔദാര്യം അനുസരിച്ച് കിട്ടുന്ന നക്കാപ്പിച്ചയും മേടിച്ച് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പോകാവുന്നതാണ്.
തീർച്ചയായും അങ്ങനെ തൊഴിൽ നിഷേധിക്കപ്പെട്ട തൊഴിലാളികൾക്ക് മുഴുവനും ഈ കടുവയെ വെടിവെച്ച് കൊല്ലുന്നത് വരെയുള്ള നഷ്ടപരിഹാരമായ അവരുടെ സാമ്പത്തികമായ സഹായങ്ങളും അവർക്ക് വേണ്ടിയ റേഷൻ സംവിധാനങ്ങളും ഒരുക്കുക തന്നെ വേണം. അതുപോലെ CRPC അനുസരിച്ച് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട കടമയുള്ള ജില്ലാ കളക്ടർക്ക് ഇതിന്റെ ഈ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള എല്ലാ നിയമപരമായ അവകാശങ്ങളും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട DFO ഇവിടെ ഉണ്ട്. കളക്ടർ ഇതുവരെ സ്ഥലത്തെത്തിയിട്ടില്ല. ബഹുമാനപ്പെട്ട DFO ഇതിന് മറുപടി പറയാതെ പോകാൻ പറ്റുകയില്ല. കാര്യം ബഹുമാനപ്പെട്ട DFOയെ 2 മാസം 1 മാസം മുമ്പ് നിയമപരമായി തന്നെ അറിയിച്ച കാര്യങ്ങളാണ്, ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരിക്കലും ഇന്നും ഇപ്പൊ ടൈഗർ കൺസർവേഷൻ ആക്ട് അനുസരിച്ചുള്ള SOP അനുസരിച്ചല്ല യാതൊന്നും ചെയ്യുന്നത്. തീർച്ചയായും ഞങ്ങൾക്ക് ഈ കുടുംബത്തിന്റെ ദുഃഖത്തിൽ കിഫ എന്ന് പറഞ്ഞ സംഘടന പങ്കുചേരുകയും അവരോടുള്ള അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും തന്നെയാണ്. അതായത് നേരത്തെ തന്നെ ഇക്കാര്യം കൃത്യമായി ഉദ്യോഗസ്ഥരെ DFO ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിട്ടും അതിനകത്ത് വേണ്ട വിധത്തിലുള്ള ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. എല്ലാം ആംബുലൻസ് തടഞ്ഞിരിക്കുകയാണ്. എന്താണ് നമ്മുടെ ആവശ്യം? നമ്മുടെ ആവശ്യം ഇന്നിവിടെ ദൗർഭാഗ്യകരമായിട്ട് ഒരാള് മരണപ്പെട്ടിട്ടുണ്ട്. പുലിയുടെ ആക്രമണം 3 കൊല്ലമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. ഇവിടെ കടുവയുണ്ട്, കടുവയുടെ സാന്നിധ്യമുണ്ട്. 10-20ഓളം വളർത്തു മൃഗങ്ങളെ ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോയി. അത് അന്നെല്ലാം ഞങ്ങൾ നിവേദനം കൊടുത്തു, എല്ലാം കൊടുത്തു. അപ്പൊ അവര് പറയുന്നത് കടുവനെ കാണണം, കാണിച്ചു കൊടുക്കണം. ഇതാണ് ഞങ്ങള് കാൽപ്പാടുകൾ വരെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തു, സമ്മതിച്ചില്ല. അതിന് ശേഷം അവര് പറഞ്ഞ ഒരാളെങ്കിലും പിടിക്കട്ടെ, ഒരാളെ ജീവൻ എടുക്കട്ടെ, എന്നിട്ട് അവര് നോക്കാന്ന്. ജീവൻ എടുത്തിട്ട് പിന്നെ അവര് നോക്കിയിട്ട് എന്ത് കാര്യമാണ്? അതുപോലെ തന്നെ ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോ നമുക്ക് അവരെ കുടുംബത്തിന് വേണ്ടതായ ആനുകൂല്യങ്ങൾ കൊടുക്കുകയും അവരെ വീട്ടിലെ അംഗത്തിന് ഗവൺമെന്റ് തലത്തിൽ ജോലി കൊടുക്കുകയും വേണമെന്ന് ഞങ്ങൾ ആവശ്യമാണ്, നിർബന്ധമായിട്ട്. അതുപോലെ തന്നെ ഈ കടുവനെ ഇവിടെ മയക്കുവെടി വെച്ച് ഇവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ല, ഇത് വെടിവെച്ച് കൊല്ലണം. അതായത് ഇവിടുന്ന് പിടിച്ചാലും അടുത്ത ഒരു ജനവാസ കേന്ദ്രത്തിൽ അവർ കൊണ്ടുപോയി വിടുന്നുണ്ട്. ഈ സാധനം നരഭോജിയായ കടുവകള് തുടർന്നും ആക്രമണം ഉണ്ടാവും. അവരുടെ സെന്റൻസ് അതാണ്. അതുകൊണ്ട് അതിനെ വെടിവെച്ച് കൊല്ലാണെന്നാണ് ഞങ്ങളെ നാട്ടുകാരുടെ ആവശ്യം. അതിന് ഉറപ്പ് കിട്ടിയതിന് ശേഷമുള്ളൂ ഞങ്ങൾ ഇവിടുന്ന്. യാതൊരു ഡിമാൻഡുമില്ല, അതിനെ വെടിവെച്ച് കൊല്ല. വേറെ ഞങ്ങൾക്ക് യാതൊരു ഡിമാൻഡുമില്ല. അതിൽ മേലേക്ക് ഞങ്ങൾക്ക് ഒരു തീരുമാനമില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനങ്ങൾ. ഞങ്ങളുടെ തീരുമാനം ഈ നിൽക്കുന്ന ജനങ്ങൾക്കെല്ലാം, കാരണം ഇതൊക്കെ ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. കാരണം ഇവിടെ എല്ലാവർക്കൊന്നും കോയില്ല, ആടില്ല, പശുല്ല. ഇതെല്ലാം ഇത് കൊണ്ടുപോയി. കാരണം അവരെ എല്ലാ വരുമാന മാർഗങ്ങൾ അതാണ്. ഇതെല്ലാം കൊണ്ടുപോയി. അപ്പൊ ഞങ്ങൾക്ക് വെടിവെക്കുക എന്നല്ലാത്ത വേറെ ഒരു തീരുമാനം ഞങ്ങൾക്കില്ല. അതിന് മാത്രം അത് വരെ പ്രതിഷേധം തുടരുന്നു ചെയ്യും. അതിലൊരു സംശയമില്ല. ഇനി എന്ത് വന്നാലും എവിടം വരെ പോകേണ്ടി വന്നാലും ഞങ്ങൾ അതിന് തയ്യാറാണ്. സ്പോട്ടിൽ നിന്ന് ഒരു ആടിന്റെ തലയോട്ട് ഇട്ടുകാരണോ, അപ്പുറത്തെ ഒരു പന്നിന്റെ അവശിഷ്ടം ഉണ്ടെന്ന് പറയണേ. ഇതിപ്പോ സ്ഥിര സംഭവമാണ്, ഒരു ദിവസം 2 ദിവസമല്ല.